Hello. Hello. Good evening, sir. Good evening, sir. Good evening. Good evening. ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ പോയോ? ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഷെൽമിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അതെ, ജോയിൻ ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാത്തതുമായിട്ട് ബന്ധമില്ല. അപ്പോ എന്താണ് എന്നുള്ളത് അറിയില്ല. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം ആർക്കെങ്കിലും വേണ്ടിയിട്ട്. ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. സോ ഇന്നലത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതോ പറയേണ്ടതോ ആയിട്ടുണ്ടോ? ഹലോ. വേണ്ട സർ. Okay, then we shall directly go to the next session. Okay. ഞാൻ ഇന്നിപ്പം ഇതിന്ന് കയറാൻ പറ്റിയിട്ടില്ല. എൻ്റെ സിസ്റ്റത്തിൽ നല്ല കയർ ചെയ്യാൻ പറ്റിയത് കാരണം എൻ്റെ സിസ്റ്റത്തിൽ ചാർജ് പോയി, അത് കാരണം കൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ സെഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആൻഡ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം അതിനെക്കുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക? ഹൗ വി വിൽ ഐഡന്റിഫൈ എ പ്രോബ്ലം? എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക? ഇന്നലെ നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയ ചർച്ചകളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാൻ യു ജസ്റ്റ് പറയാൻ പറ്റുമോ എന്താണ് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം ഏരിയ? സാറ് പറഞ്ഞോളൂ അല്ലേ? ഓക്കെ. So as per your topic here, we have to discuss the nature of the problem. Nature of the problem എന്ന് പറയുമ്പോൾ we have discussed several problems in the previous sessions. പ്രീവിയസ് സെഷൻസിൽ പറഞ്ഞ പ്രോബ്ലംസിനകത്ത് എഡ്യൂക്കേഷണൽ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ there are two aspects we have to consider. ഒന്ന്, problem area, then the problem and identifying and recognizing the actual issue. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഒരു പ്രോബ്ലം, ഒരു ഇഷ്യൂ നടക്കുന്നു. അപ്പം there is a problem area that exists in the 9th class. അപ്പൊ 9th ക്ലാസ്സിൽ എന്താണ് പ്രോബ്ലം? പ്രോബ്ലം എന്ന് പറയുമ്പം അവിടെ ഇഷ്യൂ ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. എന്താ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടോ? ഇല്ല. വി ഹാവ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എന്താണ് അവിടുത്തെ ആക്ച്വൽ ഇഷ്യൂ? അപ്പൊ കുട്ടികളുടെ തമ്മിലുള്ള കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. സോ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ് കുട്ടികളുടെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ദാറ്റ് കോസ്ഡ് ദ പ്രോബ്ലം എന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അപ്പം അതില് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ദിസ് ഈസ് എ നേച്ചർ ഓഫ് എ പ്രോബ്ലം. And see, we have discussed several things. Now, how we will consider the different methods of research. നമ്മൾ കണ്ടു,
ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ കണ്ടു, ഒന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ കണ്ടു. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ ബി എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ an experimental research or any other type of research. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. In the similar way, we can have a issue, a problem that we are going to undertake a research and the qualitative research. അപ്പോൾ ഇത്തരത്തില് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം തന്നെ നമ്മൾ എത്നോഗ്രാഫിക്കൽ സ്റ്റഡീസ്, കമ്പാരിറ്റീവ് സ്റ്റഡീസ്, ഫിലോസഫിക്കൽ റിസർച്ച് ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. കമ്പാരിറ്റീവ് റിസർച്ച് വിൽ കം അണ്ടർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഫിലോസഫിക്കൽ റിസർച്ച് മുതലായിട്ടുള്ളവ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്തേക്ക് വന്നു. ഇനി നമ്മുടെ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷനിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. എന്താണ് അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മുടെ ഉദ്ദേശം? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, പ്രോബ്ലം പർപ്പസ് എന്താണ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം അതിൽ പ്രോബ്ലം ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഒരു പ്രോബ്ലത്തിന് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇൻ ദ സിമിലർ വേ, ഈ നമ്മൾ പ്രോബ്ലം എടുക്കുന്നത് അത് എവിടെയാണ് ജനറലൈസ് ചെയ്യാൻ പോകുന്നത്, ഏത് പോപ്പുലേഷനാണ് അത് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഹൈപ്പോത്തിസ്, ആ ഹൈപ്പോത്തിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ്, ഓക്കെ. അതേപോലെ തന്നെ ആ ഹൈപ്പോത്തിസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തായിരിക്കണം നമ്മുടെ റിസർച്ച് ഡിസൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് ഡിസൈനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കണം റിസർച്ച് ഡിസൈൻ, ഹൈപ്പോത്തിസിസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് നമുക്ക് ഇൻ ദ പ്രിലിമിനറി സ്റ്റേജ് ഓഫ് നമ്മുടെ റിസർച്ച് നമുക്ക് വേണ്ടത്. ഓക്കെ. ഇപ്പം നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം, അതായത് അക്യുമുലേറ്റിംഗ് ദ ഫാക്ട്സ് ദാറ്റ് മൈറ്റ് ബി റിലേറ്റഡ് ടു ദ പ്രോബ്ലം. ഒരു പ്രശ്നം, ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുമൂലം ഉൽപ്പന്നമായിരിക്കുന്ന ഫാക്ട്സ് എന്തൊക്കെയാണ്. ഞാനേ ഒരു ലേശ് ചായ കുടിച്ചതല്ലേ, അങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ, അതുകൊണ്ടാ. ഓക്കെ. അതുപോലെ സെറ്റിംഗ് ദ ഒബ്സർവേഷൻ, അതായത് നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണോ ആ ഫാക്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതിൻ്റെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ഉട്ടോപ്യൻ രാജ്യത്ത് നിന്നുകൊണ്ടൊന്നും ചിന്തിക്കരുത്. അതായത് അതിൻ്റെ പോസിബിലിറ്റി, അതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്, നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ. അതായത് ഇപ്പോൾ നമ്മൾ റിസർച്ച് എടുക്കുന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ. അപ്പം ഈ വക കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ
എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ റിസർച്ച് പ്രോബ്ലം കിട്ടുക? പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സൈക്കിള് പറഞ്ഞിരുന്നു, അതായത് റിസർച്ച് സൈക്കിള്. ദാറ്റ് ഈസ് തിസിസ്, ദെൻ ആൻറ്റിതിസിസ്, പിന്നെ എന്താന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു സൈക്കിൾ നമ്മുടെ പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തിസിസ്, ആൻറ്റിതിസിസ്, പിന്നെ എന്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നോ? തിസിസ് ആൻറ്റിതിസിസ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു സൈക്കിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു സർ. പറഞ്ഞിരുന്നു. ഓക്കെ. അതായത് തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് തിയറി. An established theory is there, or an established body of knowledge. അത് അവിടെ ഉണ്ട്. ഓക്കെ. തീസിസ്, ആന്റിതീസിസ്, കോസ് ആൻഡ് ഇഫക്റ്റ്. കോസ് ആൻഡ് എഫക്റ്റ് അല്ല. തിസിസ്, ആന്റിതിസിസ്, അനാലിസിസ്, ഹൈപ്പോത്തിസിസ്, ദെൻ തിസിസ്, ആന്റിതിസിസ്, അങ്ങനെ ഇങ്ങനെ സർക്കിൾ ചെയ്തു വരും. കാരണം ഒരു തിയറി ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല. കാരണം ഭൂമി ആദ്യം പരന്നതാണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. നാളെ പറയാണ് നമ്മൾ പറഞ്ഞ പോലെ അല്ലട്ടാ ഭൂമി ഉരുണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് വായിച്ചില്ലേ, അതായത് ചന്ദ്രന് നമ്മൾ ഉദ്ദേശിച്ച പഴക്കമല്ല, അതിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇറ്റ് മീൻസ് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന തിയറീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ തിയറീസിനെ എപ്പോഴും നമ്മൾ സംശയദൃഷ്ടിയോട് കൂടിയിട്ട് തന്നെ കാണും. പക്ഷെ അതിന്റെ അപ്ലിക്കബിലിറ്റി, ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് തിയറി ഷുഡ് ബി അപ്ലിക്കബിൾ ഇൻ അതർ തിയറിറ്റിക്കൽ വേ ഓർ ഇൻ ദ പ്രാക്ടിക്കൽ വേ. അപ്പൊ അവിടെ പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതില് അപ്ലിക്കേഷൻ ലെവലില് അല്ലെങ്കിൽ തിയറിയിൽ തന്നെ സംശയം തോന്നുന്നതാണ് ആന്റിതിസിസ്. Then antithesis leads to analysis, then hypothesis, then again thesis. That is the cycle. അപ്പൊ നമുക്ക് നിലനിൽക്കുന്ന ഒരു സിദ്ധാന്തം, ഒരു തിയറി, ആ തിയറിയിൽ നമുക്ക് ഇത് സംശയം തോന്നുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ബിഹേവിയറിസത്തിനേക്കാൾ ഏറ്റവും നല്ല മെത്തഡോളജിയാണ് കൺസ്ട്രക്റ്റിവിസം. അപ്പൊ കൺസ്ട്രക്റ്റിവിസം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇവിടെ ആകെ ബഹളം ഉണ്ടാക്കി സ്കൂളുകളിലൊക്കെ കൺസ്ട്രക്റ്റിവിസം നടത്തി. കൺസ്ട്രക്റ്റിവിസം നടത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഈ കൺസ്ട്രക്റ്റിവിസം ഒക്കെ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലേണിംഗ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലേണിംഗ് അച്ചീവ്മെന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ ലേണിംഗ് അച്ചീവ്മെന്റ് ഇല്ലാണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, അപ്പൊ ഈ കൺസ്ട്രക്റ്റിവിസം ശരിയല്ലല്ല, അവനാണ് ശരിയല്ല കേട്ടോ. അപ്പൊ പിന്നെ ഏതാണ് ശരി? അപ്പൊ ബിഹേവിയറിസം ആണോ, അതല്ല കണക്റ്റിവിസം ആണോ? അപ്പം മറ്റ് മെത്തഡോളജികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പം ഒരു തിയറി, ആ തിയറിന്റെ സാധുത എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പുതിയ തിയറീസിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം എലിസബത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് കയറാൻ പറ്റിയിരുന്നില്ല. എനിക്ക് സ്കൂളിലെ കുറച്ച് എക്സ്ട്രാ വർക്കുകളായിട്ട് വൈകി പോയായിരുന്നു. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവസാനം ചാൻസ് തരാം. നമ്മുടെ മുഹമ്മദും ഉണ്ടായില്ലേ എന്നല്ലേ? അപ്പൊ ഇന്നലെ വരാതിരുന്ന ആൾക്കാരെ നമ്മുടെ ഇതൊന്നും നമുക്ക് നോക്കാം, എന്താ നമ്മുടെ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ രണ്ടുപേരും നോക്കിയിരിക്കാം. റൈറ്റ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പം ഇന്ന് നമ്മുടെ വൈനിക ഉണ്ടല്ലോ, വൈനിക ഉണ്ട്. പിന്നെ ആരാണ് ഇന്നലെ പറഞ്ഞതില്? നമ്മുടെ ശ്രീജോ എന്നിട്ട് കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇത് സ്കൂളിലെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലേ? അതായത് സ്കൂളിൽ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോബ്ലം, റിസർച്ച് പ്രോബ്ലം ചർച്ച ചെയ്തു. അപ്പം നമുക്ക് അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ, നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുമായിട്ടോ, അല്ലെങ്കിൽ അവിടുത്തെ കൊളീഗ്സുമായിട്ടോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനുമായിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ പാരൻസുമായിട്ടോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് റിസർച്ച് നടത്തിയിട്ട് ഇത് എന്താണ് ഇത് സംഗതി. പിന്നെ ഡിസ്കഷൻ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡിസ്കസ് ചെയ്യണോ,
ഡിസ്കസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഇതിനോട് ചില കാര്യങ്ങളോടുണ്ടാകുന്ന അസംതൃപ്തി, ആ അസംതൃപ്തിയിൽ നിന്ന് നമുക്കൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാകാം. അല്ലെങ്കിൽ ലിറ്ററേച്ചർ, നമ്മളിപ്പോൾ ലിറ്ററേച്ചർ പലരും റിസർച്ച് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക കഴിഞ്ഞാൽ പഴയ ഡെസർട്ടേഷൻസ് വായിക്കും, അല്ലെങ്കിൽ റിസർച്ച് ആർട്ടിക്കിൾസ് വായിക്കും. ഇതൊക്കെയാണ് നമുക്കൊരു പ്രോബ്ലം സോഴ്സ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. അതിന് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ ആദ്യം പ്രോബ്ലം ഏരിയ മനസ്സിലാക്കുന്നു. പ്രോബ്ലം ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇന്നതാണ് പ്രോബ്ലം. ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫൈൻ ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് ഈ ഡെഫിനിഷന്റെ പ്രത്യേകത എന്താ? എന്താ ഡെഫിനിഷന്റെ പ്രത്യേകത? ഒരു തിയറി, ആ തിയറിയോട് ബന്ധപ്പെട്ടാണ് ഒരു ഡെഫിനിഷൻ വരിക. എന്താ ഡെഫിനിഷന്റെ പ്രത്യേകത? സെൽഫ് എക്സ്പ്ലാനറ്ററി ആയിരിക്കും അല്ലെ? അതിലെ ഓരോ കീവേഡും സെൽഫ് എക്സ്പ്ലാനറ്ററി ആയിരിക്കും. അതിലെ കാര്യങ്ങള് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കും. അതിന് ഒരു റിജിഡിറ്റി ഉണ്ടാവും, ഒരു ആക്യുറസിയും റിജിഡിറ്റി ഒക്കെ ഉണ്ടാവും. അതായത് അതിന് ഷേപ്പ് ഉണ്ടായിരിക്കും. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചതുരം എങ്ങനെ വരച്ചു കഴിഞ്ഞോ ആ ചതുരം തന്നെ ആയിരിക്കും ഒരു ഡെഫിനിഷൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നമ്മുടെ ഇത് ഡെഫിനിഷൻ കൊടുക്കണം. then we have it to state it. Okay, so define and state the problem. State the problem എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചെങ്കിലും ഇത് സ്റ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ നമുക്കാകണം. അതിൽ ഓരോ വാക്കും ഇപ്പോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന റിസർച്ചിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വാക്കും വേറൊരു റിസർച്ചിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ചിലപ്പോൾ ടൈറ്റിലുകൾ അല്ലെങ്കിൽ കീവേഡ്സ് സിമിലർ ആകാം, പക്ഷേ നമുക്ക് അതിലൊരു പ്രത്യേക പർപ്പസ് ഉണ്ട്. ഓക്കെ, ആ പ്രത്യേക പർപ്പസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം വി ഹാവ് ടു സ്റ്റേറ്റ് ദ പ്രോബ്ലം. ഓക്കെ, ദെൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, എന്ത്, എന്തിന്, ആർക്ക്, എവിടെ, എപ്പോ, എങ്ങനെ. ഈ ചോദ്യങ്ങള് നമ്മുടെ ഈ പ്രോബ്ലവുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ്, അതിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു പ്രോബ്ലം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ടോപ്പിക് കൊടുത്തിരിക്കുന്ന എടുക്കാം, ഇൻഫോർമേഷൻ ടെക് ICT എൻഹാൻസസ് ദ ലേണിംഗ് അച്ചീവ്മെന്റ്. അപ്പൊ നമ്മളിവിടെ അത് സ്റ്റേറ്റ് ചെയ്യണം. ഇപ്പൊ ഡിപെൻഡന്റ് വേരിയബിളും കിട്ടി, ഇൻഡിപെൻഡന്റ് വേരിയബിളും. അപ്പൊ നമ്മൾ അതിന് പഠിക്കാൻ പോകണം. അപ്പൊ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. പ്രോബ്ലം തന്നു, ഞാൻ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ICT എൻഹാൻസ് ലേണിംഗ് അച്ചീവ്മെന്റ്. അതിന് നമ്മളൊരു പ്രോബ്ലം എങ്ങനെയാക്കി മാറ്റാം, എങ്ങനെ സ്റ്റേറ്റ്? ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞങ്ങൾ മുണ്ടൂല. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്കതിന് ഒന്നുകിൽ അപ്പൊ നമ്മളിവിടെ ഫിക്സ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ അത് പിന്നെ നമ്മുടെ ഡിസൈൻ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മെത്തേഡും ടൈപ്പും എന്താണെന്നുള്ളതും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പറയാ? ഇപ്പൊ കോറിലേഷൻ ആണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കോറിലേഷൻ നോക്കും. അപ്പൊ കോറിലേഷൻ നോക്കുന്നത് എങ്ങനെയാ? അപ്പൊ സ്റ്റേറ്റ് ചെയ്യാ ലേണിംഗ് എൻഹാൻസ്മെന്റും ICTയും തമ്മിൽ
എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? അവിടെ examine the relationship between the ICT based teaching and what learning achievement of students in what ലേണിംഗ് അച്ചീവ്മെന്റ് എവിടെ ആവാം അല്ലേ? അപ്പം അത് സയൻസ് സബ്ജക്റ്റിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലോ ആകട്ടെ. സോ an analysis or a study of an investigation of the enhancement of achieving learning achievement using the ICT technology. സർവേ റിസർച്ച് ആക്കാം. കോറിലേഷൻ റിസർച്ച് ആണെന്നുണ്ടെങ്കിലോ the relationship between the ICT integrated teaching and learning achievement of students. Correlation study ആയി. ഓക്കെ, ഇനി എക്സ്പെരിമെന്റ് ശരിയാക്കാം നമുക്ക്. എക്സ്പെരിമെന്റഡ് സ്റ്റഡി ആണെങ്കിലോ ICT enabled teaching and effectiveness of അല്ലെങ്കിൽ impact of ICT based teaching in the learning achievement of mathematics. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ് സ്റ്റഡി ഇപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ റിസർച്ച് ടോപ്പിക് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങാം അല്ലേ? അതായത് നമ്മുടെ സ്കോപ്പ് എന്താണ്, അതായത് റിലവൻസ് എന്താണ്, സ്കോപ്പ്, റിലവൻസ്, സിഗ്നിഫിക്കൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വാട്ട് ആൻഡ് വൈ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടെക്നോളജി ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ എടുക്കാം. അപ്പം വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി? How this information communication technology help in teaching learning? What is the significance of ICT in teaching learning? What is the scope of studying this particular problem? അപ്പൊ ഇത്തരത്തിലുള്ള റിലവൻസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ഡീലിമിറ്റേഷൻ. നമുക്ക് നമ്മുടെ സ്റ്റഡി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ICT അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ സ്കൂളുകളിലും ഇപ്പോൾ ICT ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മുഴുവൻ നമ്മൾ പഠിക്കാൻ പോകണ്ടോ, സ്റ്റഡി ചെയ്യാൻ പോകണ്ടോ? നടക്കൂലല്ലോ. എന്നാ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളത് നടക്കുമോ? നടക്കില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ മൊത്തമുള്ളത് വേണമെന്ന് ചോദിച്ചാൽ നടക്കുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റഡ് പോപ്പുലേഷൻ വേണ്ടി വരും, ലിമിറ്റഡ് സാമ്പിൾ വേണ്ടി വരും, ലിമിറ്റഡ് ടൈം ഉണ്ട്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, നമുക്ക് ടൂൾസ് ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ നോക്കുന്നുള്ളൂ. ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർവെനിങ് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേരിയബിൾസിനെ മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. ഒരു പർട്ടിക്കുലർ ടെറിട്ടറിയിൽ മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അപ്പൊ ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് ഡീലിമിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെത്തേഡ്, ആ മെത്തേഡ് കാര്യങ്ങൾ പറയേണ്ടി വരും, ഡിസൈൻ, ഇതൊക്കെ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയണം, ഡീലിമിറ്റ് ചെയ്യണം. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പല കാര്യങ്ങളിലും പറയില്ല, അതേപോലെ തന്നെ. ഓക്കെ, ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇത് സാമ്പിള് ഇത്ര വലിയ സാമ്പിൾ നിർക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ട് ഇത്ര സാമ്പിൾ എടുക്കണുള്ളൂ, ഇത്രയും പോപ്പുലേഷൻ എടുക്കണുള്ളൂ. ഈ വക കാര്യങ്ങൾ പറയുന്നതിന് ഡീലിമിറ്റേഷൻ. ദെൻ അടുത്തത് ഹൗ ടു ഫ്രെയിം എ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ,
ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് അതർവൈസ് വി ക്യാൻ സേ റിസർച്ച് ഒബ്ജക്റ്റീവ്സും ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇപ്പൊ നേരത്തെ ICT എങ്ങനെയാണ് കുട്ടികളുടെ അധ്യയനത്തിനെ എൻഹാൻസ് ചെയ്തു? ഇനി അത് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് പറയാം. ഇനി റിലേഷൻഷിപ്പാണ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മറ്റേ ഈ രണ്ട് വേരിയബിളും തമ്മിലുള്ള കോറിലേഷൻസ്, പിന്നെ അല്ലെങ്കിൽ കമ്പാരിസൺ ആകാം, അല്ലെങ്കിൽ ഇനി നമുക്കതിൻ്റെ ഫിലോസഫിക്കൽ റിസർച്ച് ആക്കാലോ അല്ലേ? ഇങ്ങനെ ഫിലോസഫിക്കൽ റിസർച്ച് ആക്കുക. ഫിലോസഫിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിട്ട് പറയാൻ പറ്റുമോ? വേണ്ട, ഞാൻ തന്നെ പറയാം. ഞാൻ പറയാൻ നിങ്ങൾക്ക് സമയം തന്നു, സമയം പോകും. അപ്പൊ ഫിലോസഫിക്കൽ ICTയും ഫിലോസഫിക്കൽ റിസർച്ച് എങ്ങനെയാക്കാം? എങ്ങനെയാ ഫിലോസഫിക്കൽ റിസർച്ച്? സോ ദ ഫിലോസഫിക്കൽ തിയറീസ് ബിഹൈൻഡ് ദ ഫോർമുലേഷൻ ഓഫ് ICT ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ്. അപ്പൊ ഏറ്റവും ആദ്യം ഉണ്ടായത് CAL, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആയിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ് ആണ്, അല്ല ടീച്ചിങ് ആയിരുന്നു. ഒക്കെ ആദ്യം ടീച്ചിങ് ആണ്, പിന്നെയാണ് ഇത് ലേണിങ്ങിലേക്ക് മാറുന്നത്. ആദ്യം കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടീച്ചിങ് ആയി, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് ആയി, പിന്നെ അത് ലേണിംഗ് ആയിട്ട് മാറി. ഇപ്പൊ എവിടെ വന്ന് നിൽക്കണു? ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ബ്ലെൻഡഡ് ലേണിങ്ങിലാണ്. ഓക്കെ, അപ്പം അത്തരത്തില് വി ഹാവ് ടു ഗോ ഫോർ വിത്ത് ഫിലോസഫിക്കൽ റിസർച്ച്, റൈറ്റ്? അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്ന്, നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കണം. അതേപോലെ തന്നെ വേഗാകരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇറ്റ് ഇസ് എ സിമ്പിൾ, യു ക്യാൻ റീഡ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, എന്തിനാണ് നമ്മളിപ്പോൾ ഈ റിസർച്ച് ക്വസ്റ്റ്യൻസുകൾ, എന്തിനാണ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് മെയിനായിട്ട് ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ ക്ലാരിറ്റി, അപ്രോപ്രിയറ്റ്നെസ്, ഇറ്റ് ഹെൽപ്പ് us ടു ഫൈൻഡ് ദ റൈറ്റ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അതുപോലെ തന്നെ തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പേഴ്സണൽ സബ്ജക്റ്റിവിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സയന്റിഫിക് മെത്തേഡ് ഓഫ് റിസർച്ച് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, when we go to the next unit, അപ്പം ഇതെത്ര ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളുള്ളൂ. അടുത്തതും അതുപോലെ തന്നെ, അടുത്തത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഹൈപ്പോത്തിസിസ്? വാട്ട് ഈസ് എ ഹൈപ്പോത്തിസിസ്? ഇടയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് പറയുന്നേ. ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം. ഡെഫിനിഷൻ ഓഫ് ദ പ്രോബ്ലം. വരട്ടെ, വെരി ഗുഡ്. പിന്നെ എന്താണ് ഹൈപ്പോത്തിസിസ്? മുഹമ്മദ് ഇന്നലെ കണ്ടില്ല കേട്ടോ. മുഹമ്മദ് മാഷിന്റെ ശബ്ദം കേൾക്കണില്ലല്ലോ. മാഷ് എന്താ ഹൈപ്പോത്തിസിസ്? അതെ സാറേ, ഇന്നലെ യൂത്ത് ഹോസ്റ്റലായിരുന്നു. ടീച്ചേഴ്സിന്റെ കുഴപ്പമില്ല. ഞാനിപ്പോ ഇന്നലെ ഇന്നുമായിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ അറിയുന്നത് മലപ്പുറത്ത്. ഓക്കെ, ആയിക്കോട്ടെ. നമ്മുടെ റിസർച്ച് ക്വസ്റ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനം. ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? എലിസബത്തെ. ശരി, അപ്പൊ രണ്ട് റെസ്പോൺസ് കിട്ടി. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെസിസ് ആണ് അല്ലേ? അതൊരു തെസിസ് തന്നെയാണ്. അതായത് തെസിസ്, ആന്റിതെസിസ്, ഹൈപ്പോത്തിസിസ്, അനാലിസിസ്, ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ഗസ് ഓർ എ വൈസ് ഗസ്
or a wise assumption regarding a cause of a problem. ഇപ്പൊ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മളോട് ഒരു സുപ്രഭാതം മുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് കാരണം എന്ന് അനലൈസ് ചെയ്യുന്നു. പ്രോബ്ലം ഇസ് ദർ, വി ആർ അനലൈസിങ് ചെയ്യുന്ന കുട്ടിയോട് ചോദിച്ചു നോക്കുന്നു, കുട്ടി ഒന്നുമില്ല കേട്ടാ എന്ന് പറയും. പിന്നെ അടുത്ത അവളുടെ മറ്റു സുഹൃത്തുക്കളോട് ചോദിക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യും, അല്ലേ? then we are trying to pull out the reasons behind it. അപ്പം ഇത് നമുക്ക് കുറെ അനാലിസിസ് കുറെ കാര്യങ്ങൾ കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം അവളോട് പറയാതെ ഒരു ഒറ്റയ്ക്ക് വേറെ ഓട്ടോറിക്ഷ കയറി ക്ലാസ് വിട്ടപ്പോൾ അല്ലെങ്കിൽ സ്കൂൾ വിട്ടപ്പോൾ ഓട്ടോറിക്ഷ കയറി പോകുന്നു, അല്ലെങ്കിൽ ഇത് വൈകിട്ട് ചായ കുടിക്കാൻ വിളിച്ചില്ല. ഇതൊക്കെയല്ലേ കാരണങ്ങൾ. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ അവളുടെ സുഹൃത്തിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു, അതല്ലെങ്കിൽ വേറെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അവളെ കളിയാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു. ഇതൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ വല്ല പുസ്തകം കൊടുത്തിട്ടല്ലേ, സാരി വെച്ചിട്ട് കൊടുത്തിട്ട്, ഇതൊക്കെ ആയിരിക്കാം. അപ്പം there are several reasons that constituted the problem. ആ പ്രശ്നത്തിന് കാരണമായിട്ട് കുറേ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. പക്ഷെ ഇതിൽ ഏതാ കാരണം? ശരിക്കുള്ള കാരണം എന്താ? ഞാൻ ഇന്നലെ വഴക്ക് പറഞ്ഞതാണോ, അതോ മറ്റേ ചായ കുടിക്കാൻ വിളിക്കാതിരുന്നതാണോ, അതോ ഓട്ടോറിക്ഷയിൽ അവൾ കൂട്ടാതെ പോയതാണോ, അല്ലെങ്കിൽ ചോദിച്ച പുസ്തകം കൊടുക്കാതിരുന്നതാണോ, കളിയാക്കിയതാണോ? ഇതിൽ ഏതാണ്? അപ്പൊ ഈ ഒരുപാട് കാരണങ്ങൾ കിട്ടിയതിൽ ഒരു കാരണം, അപ്പം ഓർമ്മ വന്നു, ഇന്നലെ ഞാന് മറ്റേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരിയോട് എന്തോ പറഞ്ഞപ്പോ പുള്ളിക്കാരിയുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടുന്നത് കണ്ടു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഒരു ഹൈപ്പോത്തസിസിലെത്താണ്. ഞാൻ ആ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആളെ കളിയാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനാണ് പറഞ്ഞത്. ദിസ് ഈസ് ഓൺലി ഹൈപ്പോത്തസിസ്, എ പ്രോബബിൾ കോസ് ഫോർ ദ പ്രോബ്ലം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു പ്രോബ്ലത്തിനകത്ത് കോസ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എഫക്റ്റിന് ഒരു കാരണമുണ്ട്. So actually the solution of the problem means that is elimination of the reason or cause that create the problem. പ്രോബ്ലത്തിനുള്ള കാരണം എന്താണോ അത് മാറ്റുക. ഇപ്പോൾ നമ്മൾ ആശുപത്രി ഡോക്ടറെ അടുത്ത് പോയി, നമുക്ക് ഭയങ്കര തലവേദന, പനി അല്ലേ? അപ്പൊ പനിക്ക് നമ്മൾ കുറെ പാരസെറ്റമോൾ അതൊക്കെ കഴിച്ചു, പനി മാറുന്നില്ല. ആന്റിബയോട്ടിക് കഴിച്ചു, പനി മാറുന്നില്ല, അല്ലേ? അപ്പൊ നമ്മുടെ വേറെ ഹൈപ്പോത്തസിസുകളൊക്കെ തെറ്റി വീണ്ടും ഹൈപ്പോത്തസിസ് നടത്തി അവസാനം ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ ഇന്നതാണ് കാരണം കണ്ടെത്തി, മഞ്ഞപ്പിത്തായിരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് എന്താണ്, അപ്പൊ ഈ മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അസുഖം മാറുള്ളൂ. ഇൻ ദ സിമിലർ വേ നമ്മുടെ ഒരു പ്രോബ്ലം, അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെ ഇഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റിന്റെ കോസ് എന്താണോ ആ കോസിനെ കണ്ടെത്തിയിട്ട് ആക്ച്വൽ കോസ് എന്താണോ അതിനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുക. അപ്പൊ ആ രീതിയിലും കൂടെ നമ്മളത് ചിന്തിക്കുക. അപ്പം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ഓർ വൈസ് ഗസ് റിഗാർഡിങ് ദ കോസ് ഓഫ് ദ പ്രോബ്ലം. പ്രശ്നത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഗസ്സിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുക സാധാരണഗതിയിൽ. ഇപ്പൊ മീനിങ് ഓഫ് ഹൈപ്പോത്തസിസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എവിടെ നിന്നാണ്, എങ്ങനെയാണ് നമുക്ക് ഹൈപ്പോത്തസിസുകൾ കിട്ടുക? ഒന്ന്, എക്സ്പീരിയൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ദ റിസർച്ച്. നമ്മൾ റിസർച്ച് നടത്തുന്നപ്പോൾ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് രൂപപ്പെടുത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ആ കുട്ടി മിണ്ടാത്തതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മളൊരു വൈസായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗസ്സിങ് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് എടുക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു, ക്ലാസ് റൂം കോറിലേറ്റ്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ്.
എഫക്റ്റീവ് ടീച്ചിങ്ങും ക്ലാസ് റൂമും തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു. ഓക്കെ, അപ്പം അതിൽ നിന്ന് ഈ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ പലപ്പോഴും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറിയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അധ്യാപകരുടെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. ഈ ആത്മാർത്ഥത കൂടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ അപകടത്തിൽ പെടുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കാറ്. ഓക്കെ, അപ്പം ഇവിടെ റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈപ്പോത്തസിസിന് ബേസ് ആവുന്നത് നമുക്ക് ക്ലാസ് റൂമിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, ആ ക്രിയേറ്റിവിറ്റി ആകാം. രണ്ടാമത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ്. ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെ നിരന്തര പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് തമ്മിൽ പരസ്പരം, അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിലേക്ക് വരാൻ സാധ്യതയുള്ള ഇന്റർവെനിങ് വേരിയബിൾസിനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പ്രതിഭാസത്തെ കുറിച്ചിട്ട്, ഫിനോമിനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കുണ്ട്, അല്ലെങ്കിൽ ആ കേസിനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോളജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ വെർസാലിറ്റി ഓഫ് ഇന്റലക്ട്. ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഇന്റലക്ട് ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു തിയറി അല്ലെങ്കിൽ പ്രോബ്ലത്തെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ട്, അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു ചെറിയ ഇഷ്യൂവിനെ പോലും നമ്മൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു. സോ ദിസ് ഈസ് അനദർ ബേസ് ഫോർ ഫോർമുലേഷൻ ഓഫ് എ ഹൈപ്പോത്തസിസ്. ദെൻ അനാളജീസിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ കാര്യമില്ല. മാതൃകകളെ നമ്മൾ പരസ്പരം കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി വിൽ ഫോർമുലേറ്റ്. ദെൻ സയൻറ്റിഫിക് തിയറീസ്. ഇപ്പം നമുക്ക് നിലനിൽക്കുന്ന സയൻറ്റിഫിക് തിയറീസ് ഉണ്ട്, അതിൻ്റെ അനാലിസിസ് അല്ലെ റിവ്യൂസ്, അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റിസർച്ച് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. ദെൻ ഓതന്റിക് നോളജ്. ഓക്കെ, so these are the major sources for formulation of the hypothesis. Now ഇതൊക്കെ നമ്മൾ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ ഇതിന് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ഏതൊക്കെ തരത്തിലുള്ള ഹൈപ്പോത്തസിസ്, ഇത് നമുക്കൊന്ന് നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ. ഒരു ഹൈപ്പോത്തസിസ് ദാറ്റ് വി ആർ മേക്കിംഗ് എ ഡയറക്ഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നോൺ ഡയറക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താം. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് ഒരു ഫോർ എക്സാമ്പിൾ, there is a positive relationship between the academic achievement and the study habit of students. അത് ഒരു ഡയറക്ഷനാണ്, അല്ലേ? അവിടെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ് സ്റ്റഡി ഹാബിറ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു ഡയറക്ഷനാണ്. എന്താ ഡയറക്ഷൻ? പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അക്കാഡമിക് അച്ചീവ്മെന്റ് ഡയറക്റ്റ് ചെയ്യുന്ന ആ ഡയറക്ഷൻ എന്താണ്? സ്റ്റഡി ഹാബിറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, ദെൻ വേറൊരു ഹൈപ്പോത്തസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസ് വിത്ത് ഹൈ ടെസ്റ്റ് ആങ്സൈറ്റി വിൽ സ്കോർ ബാഡ്ലി ഇൻ എക്സാമിനേഷൻ ആസ് കമ്പയർഡ് ടു സ്റ്റുഡൻസ് വിത്ത് ലോ ആങ്സൈറ്റി. അപ്പോൾ ഹൈ ആങ്സൈറ്റിയും പിന്നെ അതേപോലെ തന്നെ ലോ ആങ്സൈറ്റിയും നമ്മൾ പരിശോധിക്കുന്ന അത് എങ്ങനെയാണ് കുട്ടികളുടെ എക്സാമിനേഷൻ സ്കോറിന് ബാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ഡയറക്ഷൻ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. ദെൻ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്താന്ന് നമുക്കിപ്പോൾ ഇതിപ്പം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഇല്ലാത്ത തരത്തിൽ ദർ ഇസ് എ
difference in the academic achievement of B.Ed students enrolled in open and conventional universities. There is a difference. അവിടെ ഒരു വ്യത്യാസമുണ്ട് അക്കാഡമിക് അച്ചീവ്മെന്റ്. B.Ed കോഴ്സിലെ കുട്ടികള് enrolled in open and conventional universities. So this is a non-directional. അവിടെ ഒരു കൃത്യമായ ഡയറക്ഷൻ നമുക്ക് പറയാനില്ല, റൈറ്റ്? അപ്പം ഇതാണ് നോൺ ഡയറക്ഷണൽ. സാധാരണ സർവേ ടൈപ്പ് റിസർച്ചുകൾക്കൊക്കെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഈ തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആണ് ഫോർമുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആൻഡ് നൾ ഹൈപ്പോത്തിസിസ്. ഇതാണ് റിസർച്ച് ഹൈപ്പോത്തിസിസ് ആൻഡ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് നമ്മളിപ്പോൾ കുറേ തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ there is no significance. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ള ഒരു ഫോർമൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്ത് പറയാം? റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇല്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ദിസ് ബിക്കംസ് എ നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. there is a difference between learning style of boys and girls. Okay, this is a general hypothesis, അല്ലെങ്കിൽ ഒരു empirical hypothesis, അല്ലെങ്കിൽ experimental or substantive or operational hypothesis. Okay, അപ്പം ഇവിടെ വെറും നൾ ഹൈപ്പോത്തിസിസിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മളിപ്പം പറഞ്ഞ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ആണ്. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി എ റിസർച്ച് സ്റ്റേറ്റ്മെന്റ്, റിസർച്ച് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? ദെൻ നൾ ഹൈപ്പോത്തിസിസിനെ സംബന്ധിച്ച് there is no difference or no relationship. ഇത് സ്റ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. there is no significant difference, അല്ലെങ്കിൽ there is no relationship between variable A and between A variable and B variable എന്ന് പറഞ്ഞു കഴിയുമ്പോൾ that becomes a null hypothesis. ഓക്കെ, ആ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H0 എന്നും, നമ്മുടെ റിസർച്ച് സാധാരണ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന് H0 എന്നും. ഓക്കെ, so these are the different types of hypothesis. Now ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി കഴിഞ്ഞാല് ജസ്റ്റ് എ മിനിറ്റ്, ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ജോലി എന്താണ്? എന്താ ജോലി? ഒരു ജോലി ഇല്ലേ? ടെസ്റ്റിംഗ് ദി ഹൈപ്പോത്തിസിസ്. യെസ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഒരു ഇന്റർഫിയറൻസ് ഉണ്ട്. അതായത് നാളെയും മറ്റന്നാളും നിങ്ങൾ ബില്ലിംഗ് ആണെങ്കിൽ നാളെ മറ്റന്നാളത്തെ പരിപാടി തീർക്കാലോ. ഹലോ, എല്ലാരും ബില്ലിംഗ് ആണെങ്കിൽ നമുക്ക് നാളെയും മറ്റന്നാളും ഒരു ആഫ്റ്റർനൂൺ സെഷൻ വെച്ചാലോ? നാളെ വർക്കിംഗ് ഡേ ആണ്, ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്. നാളെ വർക്കിംഗ് ഡേ ആണല്ലേ? നാളെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ട്, എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഫോർ ടീച്ചേഴ്സ്. 4 to 6 പറ്റുമോ? 4 to 6 എനിക്ക് പേഴ്സണലി പള്ളി പോകണോണ്ട് ബുദ്ധിമുട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വേണമെങ്കിൽ ഞാൻ 5 to 7 ആക്കി തരാം. ഓക്കെ സർ, 5 to 7 ഓക്കെ. അപ്പോഴോ എലിസബത്ത് ടീച്ചറെ? 5 to 7 ഞാൻ പള്ളി പോകും. സാരമില്ല, ഞാൻ എന്തായാലും നാളത്തെ കേസ് ബുദ്ധിമുട്ടാണ്. ഞാൻ അതെ, യുവർ വർക്ക് ഈസ് വർഷിപ്പ്. ഓക്കെ, ശരി. എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കാണട്ടെ. ഞാൻ ഇതിപ്പോ ആരെയും കാണുന്നില്ലല്ലോ. I want to see all of you.
വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് നിങ്ങൾ ലാപ്പിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം ചിലപ്പം എനിക്കറിയാം നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഓടിപ്പടിച്ചിട്ട് ചിലപ്പോൾ ഇപ്പൊ തന്നെ ഞാൻ ഓടിപ്പടിച്ചിട്ട് ഒറ്റ വരവാണ്, കാരണം ഇത് ട്രെയിൻ ലേറ്റായി. അപ്പം അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് എനിക്ക് ചെറുതായിട്ട് ഊഹിക്കാനൊക്കെ പറ്റും. ഓക്കെ, എനിഹൗ നൈസ് ടു മീറ്റ് യു. ഓക്കെ, ക്ലാസ് നാളെ 5 തൊട്ട് 7 വരെയും. മറ്റന്നാൾ എന്താ ചെയ്യേണ്ടത്? മറ്റന്നാള് ഒരു 3 to വെക്കാൻ പറ്റുമോ? പറഞ്ഞോ. നാളെ മറ്റന്നാളും എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ മറ്റുള്ളവരും ഓക്കെ ആണെങ്കിൽ അല്ല, നാളെയും മറ്റന്നാള് 5 മണിക്ക് ശേഷം വെച്ചാലോ? 5 to 7 വെച്ചാലോ? എലിസബത്തിന് എത്താൻ പറ്റില്ലേ? ഇല്ല, എനിക്ക് എന്റെ ഫാദറിനോട് ഓർമ്മ ദിവസമാണ്. അപ്പൊ അതാണ് പേഴ്സണൽ ബുദ്ധിമുട്ട്. പക്ഷെ എന്റെ സാരമില്ല, ബാക്കി എല്ലാവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ. അല്ല, ഇതില് റെഗുലർ ആയിട്ട് കാണുന്ന ആളുകളൊക്കെയാണ് ഈ സുജി, ജിലു, വൈനിക, എലിസബത്ത്, ഷെൽമി, പിന്നെ മുഹമ്മദ് മുതലായിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വന്നു നോക്കിയിട്ട് എന്താ ഇവിടെ നടക്കുന്നത് നോക്കിയിട്ട് പോണ ആൾക്കാരാണ്. ഓക്കെ, നോക്കൂ, മാക്സിമം നോക്കൂ. കാരണം യാത്രയിലാണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. റൈറ്റ്, സോ വി ആർ ഗോയിങ് ടു അതായത് നാളെ മറ്റന്നാണ് 5 to 7. ഓക്കെ, അപ്പം നാളെ 5 to 7 നമ്മൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ. നാളെയും മറ്റന്നാളും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒരു ദിവസം കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുമാതിരി കംപ്ലീറ്റ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ വി വർ ടോക്കിംഗ് അബൌട്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് അല്ലേ. അപ്പൊ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഒരു ഇത് മാത്രമാണ്, എന്താ, ഒരു നിഗമനം മാത്രമാണ്. ഈ നിഗമനങ്ങൾ ഒരിക്കലും ശരിയാവണമെന്നില്ല. അപ്പോ നിഗമനങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്, റിസർച്ചറിന്റെ ബാധ്യതയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഹൈപ്പോത്തിസിസ് നമുക്ക് ഒന്നുകിൽ സിമ്പിൾ ആകാം, അല്ലെങ്കിൽ അത് കോംപ്ലക്സ് ആകാം. പക്ഷെ എന്ത് കോംപ്ലക്സ് ആണെങ്കിലും സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും അത് ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഒരു സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കോംപ്ലക്സ് ഹൈപ്പോത്തിസിസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് നെസസറി ടു കളക്ട് എവിഡൻസസ്. അതായത് നമുക്കൊരു ഹൈപ്പോത്തിസിസ് നിഗമനം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പറയണമെങ്കിൽ അതിന് എന്ത് വേണ്ടി വരും? അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ നേരത്തെ നമ്മുടെ സുഹൃത്ത് നമ്മളോട് പിണങ്ങിപ്പോയതുമായുള്ള ഒരു വിഷയം തന്നെ എടുക്കാം. അപ്പം നമ്മുടെ നിഗമനം എന്തായിരുന്നു? അവളെ ഞാൻ ഈ മറ്റ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം അവൾക്ക് തീരെ ഇഷ്ടമായില്ല. ആ സമയത്ത് മുഖം ഒന്ന് ചെറുതായിട്ട് മോശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അപ്പം നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ആ കുട്ടിയുടെ മുഖം ചുളുങ്ങിയത് കണ്ടു, അതായിരിക്കാം എന്നുള്ള നമ്മുടെ നിഗമനം മാത്രമാണ്. ഈ നിഗമനം ഉറപ്പുവരുത്തണമെങ്കിൽ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യണ്ടേ. അവളോട് ചോദിച്ചാൽ അവളൊന്നും പറയണില്ല. അങ്ങനെ ഞാൻ കളിയാക്കിയതിന്റെ വിഷമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടിയില്ല. അപ്പൊ ആ ആളുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡാറ്റ കളക്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാല്, നമ്മളപ്പോ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ബസ് കയറി പോന്നു, നിന്റെ സുഹൃത്തും അവളുടെ മറ്റു സുഹൃത്തുക്കളും കൂടിയിട്ട് അവിടെ നിന്നിരുന്നു ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ആ കുട്ടികളോട്, അവളുടെ മറ്റു സുഹൃത്തുക്കളെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവരോട് നമ്മൾ പോയിട്ട് ചോദിക്കും,
എടാ ഞാന് അന്ന് ഇന്നലെ വൈകിട്ട് ഞാൻ അവിടുന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് ബസ് കയറി പോകുന്നതിന് ശേഷം അവള് നിങ്ങളോട് വല്ലതും പറഞ്ഞു, അല്ലെങ്കിൽ അവളുടെ മുഖഭാവം എങ്ങനെയുണ്ടായിരുന്നു, അവളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലേ? അതല്ലെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോ പറയും ആള് ലേശം ഇതായിട്ടാണ് നിന്നിരുന്നത്. നമ്മൾ വീണ്ടും ഡാറ്റ കളക്ട് ചെയ്യാൻ പോവാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ മറ്റ് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവരോട് ചോദിക്കും അല്ലെ. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചില ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കും. പിന്നെ അവള് നിൽക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തുള്ള മറ്റു സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിന്റെ ഭംഗ്യന്തരയാണ് ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞത്. അത് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനിങ്ങനെ ഒരു തമാശക്ക് പറയുന്ന കാര്യങ്ങൾ ചിലവർക്കൊക്കെ വശം അല്ലേ, ഒരു എക്സ്പെരിമെന്റേഷൻ സ്റ്റൈല്. അപ്പൊ ഇത്തരത്തില് പല വിദ്യകളും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നിഗമനം സാധുവാണോ അല്ലയോ എന്ന് പരിശോധിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ നിഗമനത്തെ സാധൂകരിക്കുന്ന എവിഡൻസ്, തെളിവുകള്, ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന് ഫാക്ച്വൽ എവിഡൻസ് ആയിരിക്കണം, വെറുതെ ചുമ്മാ അങ്ങോട്ട് എവിഡൻസ് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന തെളിവുകള് വളരെ കൃത്യമായി, അതായത് വളരെ ശാസ്ത്രീയമായി പെർഫെക്റ്റ് ആയിട്ട് എവിഡന്റ് ആയിരിക്കണം, ഫാക്ച്വൽ എവിഡൻസ് ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യണത്. അല്ലാണ്ട് ഇപ്പം നമ്മുടെ ഈ പിണങ്ങിപ്പോയ കൂട്ടുകാരുടെ വിഷയം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇത് നരേന്ദ്രമോദിയോട് പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യേണ്ട സോഴ്സ് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇത് ഭക്ഷണം കഴിച്ച കാര്യങ്ങളെ കുറിച്ചല്ലല്ലോ ചോദിക്കുക. അപ്പം ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസസ് വളരെ കൃത്യമായിട്ട് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മുടെ ഈ കുട്ടിയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സാധാരണ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷെ നമ്മളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് സയന്റിഫിക് അല്ലേ? അപ്പം സയൻസിന്റെ പ്രത്യേകത എന്താണ്? സയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റഡ് ആൻഡ് വെരിഫൈഡ് ആണ്. ഓക്കെ, ടെസ്റ്റഡ് ആൻഡ് വെരിഫൈഡ് ആണ്. അത് കഴിഞ്ഞാൽ സയന്റിഫിക് ആയി, പിന്നെ അതിന്റെ അപ്പുറത്തേക്കില്ല. ഇനി ടെസ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഉപയോഗിക്കും വളരെ നിഷ്കർഷിച്ചിട്ടുള്ള ചില ഇതുവരെ അനുവർത്തിച്ചു പോന്നിട്ടുള്ള മാതൃകകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അനുവർത്തിച്ചു പോന്നിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്ട്രാറ്റജി ഉപയോഗിക്കും, അല്ലെങ്കിൽ മെഷീൻസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിക്കും. റൈറ്റ്? അപ്പൊ ഈ ഡാറ്റ നമ്മൾ ശേഖരിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള മീൻസ്, ഉപകരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ റിസർച്ചുമായി കൃത്യമായി ബന്ധമുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ഹൈപ്പോത്തിസിസിനെ ലോജിക്കലി റിലവൻസ് ഉറപ്പുവരുത്തുന്നതും ആയിരിക്കും. റൈറ്റ്? Then what are the characteristics of a good hypothesis? നമുക്കൊരു നല്ല ഹൈപ്പോത്തിസിസ് കണ്ടാൽ എങ്ങനെ അറിയാം? ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ അവധാനതയോട് കൂടിയിട്ട് വേണം, അതായത് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം, എല്ലാ പ്രോസും കോൺസും ഒക്കെ അനലൈസ് ചെയ്ത്. കാരണം നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. ആ നിരവധി കാരണങ്ങളൊക്കെ പരസ്പരം നിങ്ങൾ ഈ മറ്റേ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് എഴുതാൻ പോയ ആൾക്കാരുണ്ടോ ഇതിനകത്ത്? കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ പോയ ആൾക്കാരുണ്ടോ? ആരും പോയി? എന്തെങ്കിലും കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ്, നമ്മുടെ ടെറ്റ് പരീക്ഷയോ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് പരീക്ഷയോ എന്തെങ്കിലും പരീക്ഷ ഉണ്ടോ? അപ്പൊ ആ പരീക്ഷ എഴുതാൻ പോയപ്പോ നമ്മൾ അതിനകത്ത് ഇത് ചോദിക്കാറില്ലേ, ഈ പല ഘടകങ്ങളെ കോർത്ത് ഇണക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറില്ലേ? ഇത് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരും, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ വരും, അപ്പൊ ഇങ്ങനെ പോയാൽ എങ്ങനെ വരും?
കാര്യകാരണം ഓക്കെ. റീസൺ അപ്പം സി ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വളരെ ലോജിക്കലായിട്ട് റിലവൻ്റ് ആയിട്ട് വേണം നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ. അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹൈപ്പോത്തിസിസ് ഇറ്റ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു റിസർച്ച് ഡിസൈൻ. ഹൈപ്പോത്തിസിസ് റിസർച്ച് ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കണം, പ്രോബ്ലത്തോട് വളരെ കൃത്യമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, ആ പ്രോബ്ലത്തിന്റെ കാരണത്തെ കൃത്യമായിട്ട് പ്രവചിക്കുന്നതായിരിക്കണം. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആണെങ്കിൽ ഇമ്പാക്റ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് ഞാൻ പറഞ്ഞ റിസർച്ച് മെത്തേഡ്, ടൈപ്പ്, ടൂള്, ഇതിനെ കുറിച്ചിട്ടുള്ള സമഗ്രമായിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി അവധാനതയോട് കൂടിയിട്ടാണ് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ് ഒന്ന്, ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ ഓർ ടെസ്റ്റബിൾ. നമ്മളൊരു ഹൈപ്പോത്തിസിസ് പറഞ്ഞു, ആ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനവും ഇല്ല. ഇപ്പം ഇത് ഇസ്രായേൽ ഗാസ യുദ്ധം, അപ്പൊ ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ കാരണങ്ങള്, റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവാ. അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള പല സാധനം കിട്ടും, ഒന്നും കിട്ടാൻ പോലില്ല. അപ്പൊ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ടെസ്റ്റബിൾ ആയിരിക്കണം, വെരിഫയബിൾ ആയിരിക്കണം. ആണ് അതിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ രണ്ടാമത്തേത്, റിലേഷൻഷിപ്പ്, വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കണം. അപ്പൊ കോറിലേഷൻ ആണോ ഇമ്പാക്റ്റ് ആണോ ഞാൻ നേരത്തെ പറഞ്ഞു, അത് രണ്ടാമത്തെ ഹൈപ്പോത്തിസിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതേപോലെ ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് എ പ്രോബ്ലം സൊല്യൂഷൻ കൂടിയാണ്. നമ്മൾ കാരണം മാത്രമല്ല, ആ കാരണത്തിനോടനുബന്ധിച്ച് തന്നെ ആ കാരണത്തിനെ എലിമിനേറ്റ് ചെയ്യലാണല്ലോ. പ്രോബ്ലത്തെ ഉണ്ടാക്കുന്ന കാരണത്തിനെ ഉന്മൂലനം ചെയ്യലാണ് യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനും കൂടിയിട്ട് ആയിരിക്കണം, ആ സൊല്യൂഷനും കൂടിയിട്ട് ടെൻറ്റേറ്റീവ് ആയിട്ട്. ടെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് ആണ്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗസ്സിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. Then it should be very clear, precised. നേരത്തെ ഞാൻ പറഞ്ഞു, വളരെ പ്രിസൈസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരാൾക്ക് കേട്ടാൽ ഇത് ഇന്നതാണ് സാധനം. ചില കുട്ടികൾ പലപ്പോഴും ഞാൻ കണ്ട റിസർച്ചിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം എഴുതിക്കൊണ്ട് വരും. അതെന്താന്ന് കുട്ടിക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു കക്ഷി ഒരു റിസർച്ച് പ്രോബ്ലം എഴുതിക്കൊണ്ട് വന്നതാണ്, കഥകളിയും വിദ്യാഭ്യാസവും. ഞാൻ പറഞ്ഞു, കഥകളിയും വിദ്യാഭ്യാസവും നല്ലതാണ്, എന്താണ് പ്രോബ്ലം എന്താണ്? അപ്പം ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ഹൈപ്പോത്തിസിസും പ്രോബ്ലം തമ്മിൽ വളരെ കൃത്യമായ ബന്ധമുണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കരുത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ്ഡ് ആയിരിക്കണം. പിന്നെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സ്കോപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ഒന്നും നമുക്ക് വേണ്ട. ലിമിറ്റഡ് സ്കോപ്പിനകത്ത് നിന്നിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് നോൺ ഫാക്ട്സ്. നമുക്ക് അറിയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. പിന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അതിൻ്റെ വേരിയബിൾസ് ഷുഡ് ബി ഡിഫൈൻഡ് ഓപ്പറേഷണലി. വളരെ കൃത്യമായിട്ട് അതിൻ്റെ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ട് ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. റിലവൻ്റ് തിയറിയുമായി റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹൈപ്പോത്തിസിസ്. Then what is the significance and importance of a hypothesis? അപ്പൊ നമുക്കറിയാം അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റിസർച്ചിനെ കൃത്യമായിട്ട് എവിടെ നിന്ന് തുടങ്ങി ഏത് വഴിയിലൂടെ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിനെ ഗൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം ഒരു ഹൈപ്പോത്തിസിസ്. അതായത് ഇറ്റ് ഡയറക്ട്സ്, മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ദ റിസർച്ച് എഫേർട്ട്. നമ്മൾ എടുക്കുന്ന റിസർച്ച് എഫേർട്ടിന്റെ
ആദ്യം തുടങ്ങി അവസാനം വരെ നടുഭാഗത്തുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ഒരു സീക്വൻസ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ളതായിരിക്കണം. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദെൻ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മറ്റേ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാവുന്നത്. ടെസ്റ്റബിൾ ആണ്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഹൈപ്പോത്തസിസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ സാമ്പിൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു റിസർച്ചർക്ക് അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലുള്ള ആൾക്ക് മനസ്സിലായിരിക്കും എന്താ പോപ്പുലേഷൻ എന്നുള്ളത്, എന്തായിരിക്കും സാമ്പിൾ എന്നുള്ളത്, എന്തായിരിക്കും അതിൻ്റെ ഡിസൈൻ എന്നുള്ളത്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു ഹൈപ്പോത്തസിസ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റിസർച്ചിന്റെ റിലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ ഒരു സെൻസിറ്റീവായിട്ട് നമുക്കത് ബന്ധപ്പെടുത്താൻ പറ്റുന്നു. ദെൻ ഒരു റേഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഗൈഡിങ് ദ റിസർച്ചർ ടു ദ റൈറ്റ് ഡയറക്ഷൻ. Then formulation and its testing and scientific rigor, all type of research. And ഒരു scientific rigor accelerate ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ സിഗ്നിഫിക്കൻസ്. Then now we will have now you got some ideas about a hypothesis, as it is a little bit important for your research process. I provide you a space to ask your doubts. ഇത് കുറച്ച് നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റ് കാര്യങ്ങളൊക്കെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാര്യങ്ങളാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റിസർച്ചിലേക്ക് വരികയാണ്, നമ്മൾ ഒരു റിസർച്ച് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇപ്പം റിസർച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് എങ്ങനെയാവണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇതിൽ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കാതലായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. സംശയങ്ങളില്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് പോട്ടെ. സർ, റിസർച്ചിൽ നൾ ഹൈപ്പോത്തസിസ് ഇമ്പോർട്ടന്റ് ആണോ? അത് വേണമെന്നുണ്ടോ? ഓക്കെ, എന്തായാലും സുജി ചോദിച്ചത് നന്നായി. നമ്മൾ എവിടെ നിൽക്കുന്നതെന്നുള്ളത്, നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ. മോളെ, നൾ ഹൈപ്പോത്തസിസ് വേണം എന്ന് ആരാ പറഞ്ഞു? ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മുടെ വീട്, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച വീട്, നമ്മൾ താമസിക്കണു, നമ്മുടെ ഇഷ്ടം, അതല്ലേ റിസർച്ച്? അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലത്തിന് നമ്മുടെ ഇഷ്ടം. പക്ഷെ ആ ഇഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശാസ്ത്രീയതയും കൃത്യതയും അതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പം ഏത് റിസർച്ചിനും, ഇപ്പൊ സർവേ റിസർച്ചിനകത്ത് ഇപ്പൊ നമുക്ക് നൾ ഹൈപ്പോത്തസിസിനൊന്നും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. അവിടെ നമുക്ക് ഇത് ഒബ്ജക്റ്റീവ്സ് മതി, ഹൈപ്പോത്തസിസ് വേണമെന്നേ ഇല്ല. ഓൺലി റിസർച്ച് ക്വസ്റ്റ്യൻസ് ആർ സഫിഷ്യൻറ്റ്. ഹൈപ്പോത്തസിസ് ഇസ് നോട്ട് അറ്റ് ഓൾ കമ്പൽസറി. അപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രശ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ പഠിക്കുന്ന വാരിയബിൾസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണത്. അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആകാം, അല്ലെങ്കിൽ വെറും റിസർച്ച് ഒബ്ജക്റ്റീവ്സ് മാത്രമാകാം. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഒരു സാമ്പിൾ സർവേ നടത്തുന്ന സമയത്ത് നമുക്കവിടെ ഹൈപ്പോത്തസിസ് ഒന്നും ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. അവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ മതി. എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ഇപ്പം നമ്മളിപ്പോ ഒരു സർവേ റിസർച്ച് നടത്തുകയാണ്. അതായത് ഒരു സ്കൂളുകൾ, ഇത് ഇപ്പൊ നമ്മുടെ
സമഗ്ര ശിക്ഷ അഭിയാൻ. ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എത്ര സ്കൂളുകളിൽ വളരെ കൃത്യമായിട്ട് നടന്നു? അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് എത്ര ടീച്ചേഴ്സിന് കിട്ടും? അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ടീച്ചേഴ്സ് എത്ര പേരുണ്ട്? അതിൽ ആണുങ്ങൾ എത്രയുണ്ട്, പെണ്ണുങ്ങൾ എത്രയുണ്ട്? പിന്നെ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ എത്രയുണ്ട്, ഹൈസ്കൂളിൽ എത്രയുണ്ട്, അപ്പർ പ്രൈമറിയിൽ എത്രയുണ്ട്? അത് റൂറൽ ഏരിയയിൽ എത്രയുണ്ട്, അർബൻ ഏരിയയിൽ എത്രയുണ്ട്, സെമി അർബൻ ഏരിയയിൽ എത്രയുണ്ട്? എയ്ഡഡ് സ്കൂളിൽ എത്രയുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ എത്രയുണ്ട്, മറ്റേ പബ്ലിക് സ്കൂളിൽ പിന്നെ സമഗ്ര ശിക്ഷാ അഭിയാൻ ഇല്ല. അപ്പൊ ഇത് ഇതിനകത്ത് എന്തോന്ന് ഹൈപ്പോത്തസിസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്? അവിടെ നമുക്ക് റിസർച്ച് ക്വസ്റ്റ്യൻസ് മാത്രം മതി. സുജിക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയണത്? മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പോ ഇഫക്റ്റീവ്നെസ്സോ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് സാധാരണ നമ്മൾ എന്ത് പറയുക, നമ്മളൊരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ഡയറക്ഷണൽ ആയിട്ടോ അല്ലെങ്കിൽ നള്ളായിട്ടോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ സുജി? മനസ്സിലായി. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട്? ഓക്കെ, ചോദിക്കും. നമ്മളിപ്പോ കുറെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലത്തിൽ കറസ്പോണ്ടിങ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയല്ലോ. ഒന്നും കൂടെ പറയൂ വൈനിക, എനിക്ക് ക്ലിയർ ആയില്ല. നമ്മളിപ്പോ ഒരു പ്രോബ്ലം കിട്ടിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി വെക്കുമല്ലോ, അതിന്റെ സൊല്യൂഷനും നമ്മള്. അതായത് ഇനി നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് വേർഡ്സ് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെക്കുകയല്ല, വി ആർ ഫോർമുലേറ്റിംഗ് സം റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി പറയൂ. അപ്പൊ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഫോർമുലേറ്റ് ചെയ്ത ശേഷം അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം, വേണ്ടേ? സൊല്യൂഷൻസും കൂടി അവിടെ എനിക്ക് വൈനികയ്ക്ക് റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. ഇപ്പോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓൺലൈൻ ടീച്ചിങ്ങിനോടുള്ള ഓൺലൈൻ ലേണേഴ്സിൻ്റെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ ടീച്ചിങ്ങിനോടുള്ള മനോഭാവം എന്താണെന്ന് പഠിക്കണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കാൻ റിസർച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വരട്ടെ. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അതെ ഈ ഓൺലൈൻ ലേണിംഗ് ഒന്നും ശരിയല്ല കേട്ടോ. നമ്മുടെ കാരണവന്മാര് പറയാണ് ഈ ഓൺലൈൻ ലേണിംഗ് ഒക്കെ ഒരു തരം ഉടായ്പ പരിപാടിയാണ് കേട്ടോ, അതുകൊണ്ടൊന്നും കാര്യമില്ല, കുട്ടികളൊന്നും പഠിക്കുന്നില്ല കേട്ടോ. അവരൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നു. നമ്മൾ ഉടനെ ചോദിക്കും, എന്താ ഓൺലൈൻ ലേണിങ്ങിന് എന്താ കുഴപ്പം? ഓൺലൈൻ ലേണിങ്ങിന് എന്താ കുഴപ്പം? ഓൺലൈൻ ലേണിംഗ് നല്ലതല്ലേ? കുട്ടികൾക്ക് ഇത് അധ്യാപകർക്കും സമയം ലാഭിക്കാൻ പറ്റുന്നില്ലേ? പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? അവർക്ക് നേർക്ക് നേർ കാണാൻ പറ്റുന്നില്ലേ? അവർക്ക് വോയിസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓഡിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെ ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ലേണിംഗ് അച്ചീവ്മെന്റ് ഉണ്ടല്ലേ? പരീക്ഷ വരെ നമ്മൾ ഓൺലൈൻ നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്താ ഓൺലൈനിൽ കുഴപ്പം? ഇപ്പോഴത്തെ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ വൈനിക കുറെ ചോദ്യം ഇപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്ത അതായത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഓൺലൈൻ ക്ലാസ് പ്രശ്നമാണ് എന്നാണ്. അപ്പൊ അതൊരു പ്രോബ്ലമായി. അപ്പൊ ആ പ്രോബ്ലത്തില് അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടികൾക്ക് ഇഷ്ടമില്ലായുണ്ടോ? ടീച്ചേഴ്സിന് ഇഷ്ടമില്ലായുണ്ടോ? കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയിൽ കുഴപ്പമുണ്ടോ? ടെക്നോളജിക്ക് പ്രശ്നമുണ്ടോ? അല്ലേ? ഇത്തരത്തില് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. This is otherwise research questions. This is otherwise we call analysis of the causes. നമ്മൾ ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? അനാലിസിസ്, ഹൈപ്പോത്തസിസ്. ദിസ് ഈസ് ആന്റിതിസിസ്, അനാലിസിസ്,
ഹൈപ്പോത്തിസിസ്. അപ്പൊ ഈ അനാലിസിസിലേക്ക് നമ്മളെ കൃത്യമായിട്ട് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് എന്ത് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രശ്ന നിർദ്ധാരണത്തിന് വേണ്ടിയിട്ട് നാം തന്നെ സ്വയം ചോദിക്കുന്ന, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സിന്റെ. അതുപോലെ നമ്മുടെ എല്ലാ റിസർച്ച് പ്രോബ്ലത്തിൻ്റെയും കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇതിപ്പോ പിന്നെ ചോദിക്കും നമ്മൾ, പിന്നെ എന്തിനാ ഇപ്പൊ ഈ റിസർച്ച് നടത്തുന്നത്, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം, എന്തിനാ ഇപ്പൊ റിസർച്ച് വെറുതെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവന്നേക്കണം അല്ലേ? അതിപ്പം ഇവിടെ ഇങ്ങനെ തന്നെ നമുക്ക് തന്നെ ഇപ്പൊ പല ഇത് ടീച്ചേഴ്സും പലരും, നിങ്ങളല്ല കേട്ടോ, നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ റിസർച്ചിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുകയും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ്, നല്ല മനസ്സുള്ള ആൾക്കാരാണ് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ മറ്റു പലരും എന്താ ചിന്തിക്കുക, ഇപ്പൊ ഇഗ്നോയിൽ എം എ എഡ്യൂക്കേഷന് നമുക്കിതാ ഒരു ഇത് കൊടുക്കണം, എന്താണ് ഡെസർട്ടേഷൻ ടൈപ്പ് കൊടുക്കണമെന്നുണ്ട്. എന്തിനാ അപ്പൊ ഇതാ മറ്റേ ക്ലാസ് എടുക്കാൻ വന്ന മാഷ് എന്തൊക്കെയാണ്ട് പറയണ്ടോ, മുമ്പിൽ പറയണ്ട ഹൈപ്പോത്തിസിസ് വേണം, അത് വേണം, ഇത് വേണം, കട വേണം, മൊന വേണം, തല വേണം. എന്തിനാപ്പ അതൊക്കെ? നമുക്കിത് അപ്പുറത്തെ കഫേയിൽ ഇവിടെയുള്ള തൃശ്ശൂരുള്ള അല്ലെങ്കിൽ എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള ആ കഫേയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയണ്ട. അവര് അല്ലെങ്കിൽ ഇതിന്റെ വേറെ ആളുകളുണ്ട്, ഓരോടത്ത് പോയാൽ മതി. ചില മാഷന്മാർ ഇതിനു വേണ്ടി കുത്തിരിക്കുന്നുണ്ട്. അവരെടുത്ത് 5000 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ സിനോപ്സിസ്, 20,000 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞിട്ട് ഡെസർട്ടേഷൻ കിട്ടും. എളുപ്പ വഴി, നമ്മളൊന്നും അറിയണ്ട. ആ പുസ്തകം മേടിച്ചിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക, ബസ് കഴിഞ്ഞു. വേണമെങ്കിൽ വായിച്ചു നോക്കി, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, ഡെസർട്ടേഷൻ ആയില്ലേ. സോ അപ്പൊ നമ്മളൊരു റിസർച്ച് നടത്തുന്നത് തന്നെ നമ്മൾ ചോദിക്കും എന്തിനാപ്പത്, അല്ലേ? സോ ഇൻ ദ സിമിലർ വേ ഈ എന്ത്, എങ്ങനെ, എവിടെ, എപ്പോ, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളാണ് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കലാണ് റിസർച്ച് ക്വസ്റ്റ്യൻ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു വൈനിക. ഓക്കെ, സോ നൗ വി ഷാൽ ഗോ ടു ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഓക്കെ, then we are going to sampling. ഇപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം എടുത്തു, ഹൈപ്പോത്തിസിസ് എടുത്തു. ഇപ്പൊ ഹൈപ്പോത്തിസിസിൽ നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തിസിസ് എന്ത് വേണം, ടെസ്റ്റ് ചെയ്യണം. കാരണം ഒരു നിഗമനം മാത്രമാണ്, ഉറപ്പില്ല. ഇപ്പൊ ഈ ഉറപ്പില്ലാത്ത സാധനത്തിന് ഒരു ഉറപ്പ് കൊണ്ടുവരണം. ഉറപ്പ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മത് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യണം. അപ്പൊ ടെസ്റ്റ് ചെയ്യലത് എവിടെ ടെസ്റ്റ് ചെയ്യുക, ആരിലാ ടെസ്റ്റ് ചെയ്യുക, എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, എപ്പോഴാ ടെസ്റ്റ് ചെയ്യുക, എന്തിനാ ടെസ്റ്റ് ചെയ്യുക, ഈ വക ഒരുപാട് ചോദ്യങ്ങൾ വേറെ വരും. അവിടെയാണ് നമ്മൾ ഇപ്പോ ടെസ്റ്റ് എടുക്കുന്നത് ഒരു വലിയ പോപ്പുലേഷനിലാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ലഹരി ഉപഭോഗവും അധ്യയന വിരക്തി, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ലഹരി ഉപഭോഗവും പഠന വിരക്തിയും, ഇതിനെ കുറിച്ചിട്ടാണ് ഒരു പഠനം നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇപ്പൊ നമ്മള് സാമ്പിൾ എടുക്കണ്ടേ. അപ്പം പോപ്പുലേഷൻ ഏതാണ് ഇതിലെ? പോപ്പുലേഷൻ ഏതാ ഇതിലെ? പോപ്പുലേഷൻ ഏതാ ഒന്ന് പറയൂ. ഹൈസ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപഭോഗവും പഠന വിരക്തിയും എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മളൊരു ഗവേഷണം നടത്താൻ പോകുന്നത്. അപ്പൊ അതിൽ പോപ്പുലേഷൻ ഏതാ? സ്കൂൾ സ്റ്റുഡൻസ്. സ്കൂൾ സ്റ്റുഡൻസ് ആണോ സുജിയെ? ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും വരും. അല്ല, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ. വരട്ടെ താണ്. അതായത് ലഹരി ഉപയോഗിക്കുന്ന ഹൈസ്കൂൾ തലത്തിലുള്ള എല്ലാ കുട്ടികളുമാണ് പോപ്പുലേഷൻ വരുന്നത്, അല്ലേ? പക്ഷെ ഈ ഒന്നാമത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ഇപ്പൊ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ
നീരാളി കഴുത്ത് എല്ലായിടത്തും ചെന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മാഷന്മാർ ഉപയോഗിക്കുന്നുണ്ടോന്നും കൂടിയിട്ട് ഇപ്പൊ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പോക്ക്. എന്തായാലും നന്നാവുണ്ട്, അവിടെ ആക്കട്ടെ. അപ്പൊ നമ്മളിവിടെ സ്പെസിഫിക് ആക്കി, എന്താ പോപ്പുലേഷൻ ആദ്യം സ്പെസിഫിക് ആയി ഡീലിമിറ്റ് ചെയ്തു. ഇവിടെ ഡീലിമിറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പോപ്പുലേഷൻ ഹൈസ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലും ഈ ലോകത്താകമാനമുള്ള ഹൈസ്കൂളുകളിൽ ഈ സംഗതി ഇല്ലേ? അതെല്ലാം എടുക്കണ്ടോ നമ്മള്? ഇതെല്ലാം പോപ്പുലേഷൻ അല്ലേ? അല്ലേ? ആണോ അല്ലേ പറയൂ? അതെ, ആണ്. ഡീലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അപ്പൊ ഈ പോപ്പുലേഷൻ വലിയൊരു പോപ്പുലേഷൻ. ആ വലിയ പോപ്പുലേഷനിലേക്ക് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പോപ്പുലേഷൻ ആദ്യം ഡീലിമിറ്റ് ചെയ്യാണ്. എവിടേക്കാണ് ഡീലിമിറ്റ് ചെയ്യണത്? ഡീലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയോ, ഏതെങ്കിലും ഒരു ജില്ല എടുത്തോളാം. അപ്പൊ ആ ജില്ലയിൽ ഉള്ള ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണ് പോപ്പുലേഷൻ. ഇനി ഈ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലകളിലുള്ള എല്ലാ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെയും ഡാറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും അതോട് കൂടിയിട്ട് റിസർച്ചർ വടിയാകും, അല്ലേ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുക്കും. സാമ്പിൾ. ദിസ് ഈസ് കോൾഡ് സാമ്പിളിങ്. അപ്പൊ പോപ്പുലേഷൻ ആദ്യം വേണം. പോപ്പുലേഷൻ നമ്മൾ ഡീലിമിറ്റ് ചെയ്യണം. പക്ഷേ അതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ ഹൈസ്കൂൾ സ്റ്റുഡൻസ് അല്ല. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ലഹരി ഉപയോഗിക്കുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അല്ലേ? അപ്പൊ പോപ്പുലേഷൻ വളരെ സ്പെസിഫിക് ആയി കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികള്. ഡീലിമിറ്റേഷനും പറഞ്ഞു നമ്മൾ മലപ്പുറം ജില്ല മാത്രം, അല്ലെ തൃശ്ശൂർ ജില്ല മാത്രം. ഇനിയാണ് നമ്മൾ സാമ്പിളിങ്ങിലേക്ക് പോകുന്നത്. അപ്പം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോപ്പുലേഷനകത്ത് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടെസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനറലൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? പോപ്പുലേഷനിലാണ്. നമ്മളിപ്പോ അതായത് ചോറിൽ നിന്ന് അരി വെന്തോന്ന് നോക്കാൻ വേണ്ടി ഒരു വറ്റ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് പറയാം മൊത്തം മറ്റും വേവായിട്ടുണ്ടെന്ന്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മളൊരു സാമ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാമ്പിളിനെ കൃത്യമായിട്ട് എവിടെ ജനറലൈസ് ചെയ്യാൻ പറ്റണം? ആ പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് പോയി കഴിഞ്ഞപ്പോ നമ്മൾ പോയത് വളരെ മോശമായിട്ടുള്ള ഒരു ചേരി പ്രദേശത്താണ് പോയെന്ന് വിചാരിക്കുക. ആ ചേരി പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആകെ വൃത്തിഹീനമായിട്ട് ഒരു വൃത്തി ഇല്ലാണ്ടാണ് അവിടെ ആൾക്കാർ താമസിക്കുന്നത്, തമിഴന്മാരെ. അപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതോട് കൂടിയിട്ട് ആ ഒരൊറ്റ സാമ്പിളിനകത്ത് നമ്മൾ ജനറലൈസ് ചെയ്ത് ഈ തമിഴന്മാർക്കൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത, ഒരു ശുചിത്വ ബോധവും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഈ തമിഴന്മാര് എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താവുന്നു? ഇത് നമ്മൾ ജനറലൈസ് ചെയ്തു. ഒരു ചെറിയ സാമ്പിൾ കിട്ടിയിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ജനറലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സാമ്പിൾ ആകരുത്. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും അതിൻ്റെ ഇന്റർവെനിങ് ആയിട്ടുള്ള വേരിയബിൾസും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ആ ഒരു പോപ്പുലേഷന്റെ ഒരു പരിച്ഛേദത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സാമ്പിൾ എന്ന് പറയുക. ഓക്കെ, അപ്പം വി ആർ ഗോയിങ് ടു സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡിയിൽ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ. സാമ്പിൾ ഈസ് ദ സോഴ്സ് ഫോർ ദ കളക്ഷൻ ഓഫ് ദ ഡാറ്റ. ദാറ്റ് ഈസ് ദ അബ്സ്ട്രാക്ട് ഫോം ഓഫ് ദ പോപ്പുലേഷൻ. അതാണ് ഇതിന് സാമ്പിൾ എന്ന് പറയുക. അതർവൈസ് ഇറ്റ് ഈസ് എ സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ
selected under the study with all the characteristics that we trace from the entire population. അങ്ങനെയാണ് സാമ്പിൾ എന്ന് പറയുക. ഇനി അതിൻ്റെ മെത്തേഡ്സ്, ഡിസൈൻസ് ഓഫ് സാമ്പിളിങ്. എങ്ങനെയാണ് നമ്മളൊരു സാമ്പിളിങ് എടുക്കുക? അതിനകത്ത് പലതരത്തിലുള്ള സാമ്പിളിങ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, പോസിബിലിറ്റി സാമ്പിളിങ് അല്ലെങ്കിൽ പറയാം. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിലുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്രോബബിലിറ്റി എന്നുള്ള ടെർമിനോളജി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. അപ്പൊ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് ആണെങ്കിൽ പോലും, അതായത് ഒരു വലിയ ഗ്രൂപ്പിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഈ സാമ്പിളിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി. അത് കൊണ്ട് എടുക്കുന്ന സാമ്പിളിനെ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തത് നോൺ പ്രോബബിലിറ്റി മെത്തേഡ്സ്. നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് അവിടെ പ്രോബബിലിറ്റി ഇല്ല, നമ്മളാ ഒരു സാമ്പിള് അങ്ങോട്ട് എടുക്കണു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജഡ്ജ്മെന്റ്, നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ജഡ്ജ്മെന്റ് നമ്മളങ്ങോട്ട് സ്ഥാപിക്കാണ്. ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു നിലപാടോട് കൂടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളിംഗ് മെത്തഡിനെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സാമ്പിൾ, എങ്ങനെയാണ് ഒരു സാമ്പിള് സെലക്ട് ചെയ്യേണ്ടതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പം അതിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ബേസ്ഡ് ഓൺ ദ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ റിസർച്ച് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂസബിലിറ്റി ഓർ അപ്ലിക്കബിലിറ്റി ഓഫ് ദ ടൂൾ that we are going to execute, അതിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ സാമ്പിളിങ് വരേണ്ടത്. അതായത് at the same time it should be measurable. നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ സിമ്പിൾ ആയിരിക്കണം. ഒപ്റ്റിമം ബാലൻസ് ബിറ്റ്വീൻ ദ എക്സ്പെൻഡിച്ചർ, അത് നമുക്കറിയാലോ. അതിപ്പം ഒരു റിസർച്ചിനകത്ത് നമ്മൾക്ക് ഒരുപാട് പൈസ ചെലവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊന്ന് ഡിസിഷൻസ് പ്രോബബിലിറ്റി സാമ്പിളിലും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡിയും ടൈപ്പ് ഓഫ് ദ സ്റ്റഡിയും അതേപോലെ റിസോഴ്സസ് ഓഫ് ദ സ്റ്റഡിയും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. അതേപോലെ ആക്ഷൻ റിസർച്ച് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും അതിനെ പ്രയോഗിക്കാം. ഇനി എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഐ തിങ്ക് വിൽ ഹാവ് എ ഡിസ്കഷൻ ടുമാറോ. എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ടൈമൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. നമ്മളിപ്പം വെച്ചിട്ടുള്ള എത്ര മണിയപ്പം നമ്മൾ തീരുമാനിച്ചത്? നാളെ വൈകിട്ട് നാളെ മറ്റന്നാളും വൈകിട്ട് 5 മണി തുടങ്ങിയിട്ട് 7 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഇഗ്നോ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 2 ദിവസം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തായാലും പോർഷൻസ് ഐ വിൽ കംപ്ലീറ്റ് ഫോർ യു. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. ആ ഇമെയിൽ ഐ ഡിയിൽ യു ക്യാൻ കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. We will meet tomorrow at 5 o'clock sharp evening. Okay. എലിസബത്ത് ടീച്ചർ ആവുന്നതും ഓൺലൈൻ യാത്രയിലാണെങ്കിൽ കയറാൻ പറ്റുമെന്ന് നോക്കട്ടോ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.